മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട് കരുണ. അങ്ങനെ പ്രതാപനെ കാണുന്നത് കരുണയ്ക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. എന്ത് പറ്റിയ മുത്തശ്ശി എന്നെല്ലാം ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ കേസ് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പിൽ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അവർ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് നിൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് തന്നെ കേസ് പിൻവലിക്കാൻ നോക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് കരുണ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവളെ കാണരുതെന്നാണ് വിചാരിച്ചത്. എന്താണെങ്കിലും അമ്മ എവിടെയാണെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ അനന്തുവിൻ്റെ വീട്ടിലായിരിക്കും, അവിടെയാണല്ലോ അവളുടെ മൂത്ത മോള്, അതുകൊണ്ട് അവിടെ തന്നെയായിരിക്കും മോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിടുന്നുണ്ട് കരുണയെ. കരുണ പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമില്ല അങ്ങോട്ട് പോകാൻ, അവളെ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ച എൻ്റെ മോൾക്ക് അവളുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നെല്ലാം മുത്തശ്ശി പരിതപിക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, സാരമില്ല അമ്മ, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് പകരം ചോദിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇതൊന്നും പറയേണ്ട, പഴയ പ്രതാപനായിരുന്നെങ്കിൽ ഞാനിതെല്ലാം വിശ്വസിച്ചേനെ, ഇപ്പം നീയും ആ മേഘനുമൊക്കെ ഒരേ കണക്ക് തന്നെയാണെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് അനന്തുവിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, മഹിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോഴും കേസ് പിൻവലിക്കണമെന്നാണ് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അതിനെന്തിനാണ് കേസ് പിൻവലിക്കുന്നത്, അവരെ ഉപദ്രവിച്ചിട്ടല്ലേ നമ്മളങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത്, എല്ലാ ക്രിമിനൽസും കുറ്റം ചെയ്തിട്ടല്ലേ ജയിലിൽ കിടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ദിവസം അവർ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ലേഖ പറയുന്നുണ്ട്, ശരിയാണ്, അതങ്ങനെ തന്നെ കിടക്കട്ടെ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അതേസമയം പുറത്തോട്ടിറങ്ങുന്ന കണ്ണനോടായിട്ടും അനന്തുവിനോടായിട്ടും പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശ്രദ്ധിച്ച് വേണം, ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തീരും ഈ കളികളെല്ലാം എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അങ്ങനെ തീരുന്നതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, നേരിട്ട് തന്നെ വരാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി കാണുന്നതും എല്ലാവരും അതിശയിച്ച് തന്നെ നിൽക്കുകയാണ്. ആ വണ്ടിയിൽ വന്നിറങ്ങുന്നത് നമ്മുടെ കരുണയായിരിക്കും. കരുണയെ കാണുന്നതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഉടനെ തന്നെ കണ്ണനാണെങ്കിൽ കാറിലോട്ട് കിടക്കുന്നുണ്ട്. കരുണ ഇറങ്ങി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട്, എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചല്ലേ എന്ന് നീയല്ലേ ഇതിന് കാരണക്കാരി എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും തല്ലിച്ചതയ്ക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരാളെ തല്ലിച്ചതച്ചത് കൊണ്ടാണ് ഈ ഒരു കേസ് എനിക്ക് കൊടുക്കേണ്ടി വന്നതെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോഴേക്കും, അതേ കേസ് കൊടുത്തത് ഞങ്ങൾ തന്നെയാണെന്നല്ല അനന്ത് പറയുമ്പോഴേക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇവളോട് ഇപ്പം എന്താ ഇത്ര വലിയ ഇഷ്ടം, നിങ്ങളാണോ ഇവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ലേഖയ്ക്കാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ വന്ന് വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയാമെന്ന് നീ വിചാരിക്കേണ്ട, നീ മര്യാദയ്ക്കിരുന്നോണം, അല്ലെങ്കിൽ നിൻ്റെ കരണം ഞാൻ അടിച്ചു പോയിക്കുമെന്നെല്ലാം ലേഖ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വഴക്കിടാനൊന്നുമല്ല വന്നത്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അമ്മ അടുക്കളയിലുണ്ടെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ലേഖ മഹിയോടായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടറിനെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിക്ക് തന്നെ ഒന്നില്ലെങ്കിൽ ഉത്തരം പറയണം, അല്ലെങ്കിൽ മുഖം അടിച്ച് നല്ല ഒരെണ്ണം കൊടുക്കണമെന്നെല്ലാം മഹിയോടായിട്ട് പറയുന്നുണ്ട് ലേഖ. പിന്നീട് മോഹിനിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കരുണ. അങ്ങനെ മോഹിനിയെ കാണുന്നതും കരുണയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം അമ്മയുടെ മുഖമാണെങ്കിൽ ആകെ വീർത്ത് കെട്ടിയിരിക്കുന്നത് കണ്ട് കരുണയ്ക്കും ചെറിയ സങ്കടം വരുന്നുണ്ടെങ്കിലും കരുണ അതൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ മോഹിനിയുടെ അടുത്ത് നിൽക്കുകയാണ്. അമ്മ എന്തിനാണ് അച്ഛനും മുത്തശ്ശിക്കുമെതിരെ കേസ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അപ്പോൾ നീ എൻ്റെ മുഖമൊന്ന് ശ്രദ്ധിച്ചില്ലേ കരുണേ, നിനക്ക് ഇത്രയ്ക്കും കണ്ണിച്ചോരയില്ലാതെയാണല്ലോ നീ സംസാരിക്കുന്നത്, ഞാൻ ആരുടെ പിറകെയും കേസ് കൊടുക്കാൻ പോയിട്ടില്ല, പക്ഷേ എന്നെ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചതാണ്, കാരണം ഇനി ഒരിക്കലും ഇതുപോലെ ഉണ്ടാകരുതെന്നല്ലോ എന്ന് ഓർത്ത് എന്ന് പറയുന്ന മോഹിനിയോടായിട്ട് കരുണ പറയുന്നുണ്ട്. എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അച്ഛനും മുത്തശ്ശിയും അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് അവിടെ നിൽക്കുന്നതെന്നും ആ കേസ് എങ്ങനെയെങ്കിലും പിൻവലിച്ചാൽ അവർക്ക് വീട്ടിൽ പോകാമെന്നെല്ലാം പറയുന്നു കരുണ. നീ എപ്പോഴെങ്കിലും കരുണ എൻ്റെ ഭാഗത്ത് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എപ്പോഴും നിൻ്റെ മുത്തശ്ശിക്കും അച്ഛനും വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. നീ എൻ്റെ കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ലക്ഷ്മി മോളാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതും എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നതും, അതുകൊണ്ട് എൻ്റെ മോളും ലക്ഷ്മി മോളും പോലെ തന്നെയാണ്. എനിക്ക് രണ്ടുപേരെയും വ്യത്യാസമില്ല. ഞാൻ രണ്ടുപേരെയും അത്ര സന്തോഷത്തോടു കൂടി തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ മോളെല്ലാം അച്ഛനും മുത്തശ്ശിയും പറയുന്നത് കേട്ടാണ് വളർന്നു വന്നത്, അതുകൊണ്ടാണ് എന്നോട് ഇത്ര അകൽച്ച കാണിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ഇത് കേട്ട് വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയുടെ ദേഹത്തോട്ട് നെഞ്ചിൽ ചാഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കിനി ഒരിക്കലും ഇതുപോലെയുള്ള തെറ്റുകളൊന്നും പറ്റില്ല അമ്മയെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ലേഖയ്ക്കും അനന്തിനും വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം കരുണയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അതേസമയം ലോകകപ്പിൽ തിരിച്ചെത്തുന്ന കരുണയ്ക്കാണെങ്കിൽ മുത്തശ്ശിയോടും പ്രതാപനോടും ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അമ്മയെ നിങ്ങൾ അത്ര ക്രൂരമായിട്ട് അടിച്ചത് കൊണ്ടല്ലേ അവരങ്ങനെ കേസ് കൊടുത്തത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും പറയരുത്, അവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് എൻ്റെ അമ്മയുടെ മുഖം, അതുകൊണ്ട് എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ SI ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, സാറ് പറഞ്ഞതുപോലെ അമ്മയെ കണ്ടിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു, എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ ആ രീതിക്കാണ് ഇവർ തല്ലിച്ചതച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, സാർ എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് കരുണ. ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിയുമാണെങ്കിൽ ആകെ വല്ലാതെ ആകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, എന്താണ് അമ്മ അവളിങ്ങനെ പറയുന്നത്, നമുക്കെതിരായിട്ട് അവൾ ആയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടാ, അവർ പറയുന്നതെല്ലാം അവൾ വിശ്വസിച്ച് പോയി, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മോള് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരിക്കലും മോള് നമ്മൾക്ക് എതിരായിട്ട് സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്ന മുത്തശ്ശിയെയും പ്രതാപനെയുമാണ് കാണിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.